ഇന്നത്തെ ഈ അവിട്ടപ്പുലരിയിൽ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് പ്രശസ്ത കവയത്രിയും അതിനേക്കാൾ പ്രശസ്ത നർത്തകിയുമായ സംപ്രീതയാണ്. സംപ്രീത പാലക്കാട്ട് നിന്ന് വരുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ പാലക്കാട്ട് നിന്ന് എത്താൻ അല്പം വൈകി. അതുകൊണ്ട് കുറച്ച് നേരത്തെയാണെങ്കിൽ നമ്മൾക്ക് ഓണത്തിന്റെ വാർത്തകൾക്കൊപ്പം തന്നെ സംപ്രീതയെ പരിചയപ്പെടുത്താമായിരുന്നു. നീലക്കുറിഞ്ഞിയെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത്. നിറയെ നീലക്കുറിഞ്ഞി വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമിയിൽ നൃത്തം ചെയ്യാൻ അവസരം കിട്ടിയാൽ എന്ത് തോന്നും? നീല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്ടം നൃത്തത്തിനോടും കാണിക്കേണ്ടി വരും. ആ ഒരു അഗാധത ഞാൻ തീർച്ചയായിട്ടും നൃത്തത്തിൽ ഉപയോഗിക്കേണ്ടി വരും. നീലക്കുറിഞ്ഞി പോലെ തന്നെ മനോഹരമായ ഒരു പശ്ചാത്തലം തന്നെയാണ് ഓരോ വേദിയും ഒരു നർത്തകിയുടെ ഉള്ളിൽ ഒരുക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എനിക്ക് ഏത് വേദിയും നീലക്കുറിഞ്ഞി പൂത്ത വേദിയായി കാണാനാണ് ഇഷ്ടം. നൃത്തം ചെയ്യാൻ ഒരിക്കലും അനുയോജ്യമല്ല എന്ന് തോന്നുന്ന സ്ഥലത്തെത്തുമ്പോൾ പോലും അവിടെ നൃത്തം ചെയ്യാൻ കഴിയുമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രകൃതിയെ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ മനോധർമ്മം നൃത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നു. നേരത്തെയുള്ളവർ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളതിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെയും നമ്മളുടേതായ എന്തെങ്കിലും കൊണ്ടുവരിക. അങ്ങനെ നൃത്തത്തിൽ സംപ്രീത സ്വന്തമായിട്ട് എന്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു? ഞാൻ കവിതയോട് ഒരുപാട് ബന്ധമുള്ള ഒരാളായതുകൊണ്ട് എങ്ങനെയാണ് കവിതയും നൃത്തവും തമ്മിലുള്ള ഒരു ബന്ധത്തെ പരസ്പരം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് എന്നതൊന്ന് വ്യക്തമാക്കിയെടുക്കാൻ ശ്രമിക്കാറുണ്ട് നൃത്തം വഴി. അതായത് ഇപ്പോൾ ഏറ്റവും പുതിയ കവിതകൾ ആവിഷ്കരണത്തിന് പറ്റിയവയല്ല, അല്ലെങ്കിൽ കലാവിഷ്കരണത്തിന് യോജിച്ചവയല്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ട് പെർഫോമൻസ് പോയട്രിയുടെ ഒരു കാലം വന്നിരിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്ന ഒരു നൃത്തരൂപം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു കണ്ടംപററി ഡാൻസ് ഫോമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെമി ക്ലാസിക്കലിലോ ആയിട്ട് നമ്മൾ ഒതുക്കുകയാണ് പതിവ്. പക്ഷേ ഞാൻ മോഹിനിയാട്ടത്തിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു ആശയത്തെയെങ്കിലും സന്നിവേശിപ്പിക്കാൻ കഴിയുക എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ പല കവിതകളും എടുത്ത് നൃത്താവിഷ്കാരം നടത്തുന്നുമുണ്ട്. ഇപ്പോൾ മോഹൻലാലിന്റെ വിഷ്ണു ലോകം എന്ന സിനിമയിൽ ഒരു കൊച്ചുകുട്ടിയായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് സംപ്രീത ഒരു പക്ഷേ കലാലോകത്തേക്ക് അതിനു മുമ്പ് വന്നിട്ടുള്ളതെങ്കിലും ഒരു വിപുലമായ അർത്ഥത്തിൽ ഒരു കലാലോകത്തേക്ക് ചെറിയ തോതിൽ വരുന്നത്. അതൊരു ചെറിയൊരു വേഷം അത്രേ ഞാൻ കരുതുന്നുള്ളൂ. പിന്നീട് ക്യാമ്പസ് ഫിലിമുകളിലൊക്കെ അതിനുശേഷം അഭിനയിച്ചിരുന്നു. പക്ഷെ അഭിനയം എന്ന് പറയുന്ന ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ നൃത്തത്തിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു അഭിനയം മാത്രമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഒരു മിനി സ്ക്രീനിലോ ബിഗ് സ്ക്രീനിലോ വരാനുള്ള ഒരു ആഗ്രഹം മറ്റൊരു തരത്തിൽ എനിക്കില്ല. നൃത്തത്തിൻ്റെ ഒരു വേദിയിൽ നിൽക്കുക, അതുപോലെ തന്നെ സാഹിത്യവുമായിട്ട് അത്രയധികം ഇഷ്ടമുള്ളതുകൊണ്ട് കവിതയും നൃത്തവും തമ്മിൽ സമന്വയിപ്പിക്കുന്ന ലോകങ്ങൾ കാണുക, ആ ഒരു ഇഷ്ടത്തിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ലോകം തന്നെയാണ് ഇപ്പോഴും എനിക്കിഷ്ടവും. വിഷ്ണുപ്രിയയ്ക്ക് സംപ്രീതയോട് എന്താണ് ചോദിക്കാൻ? ഓണാഘോഷങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? കവിതയോടും നൃത്തത്തിനോടും താല്പര്യമുള്ള ആളാണല്ലോ, അപ്പം ഏതാണ് കൂടുതൽ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? അങ്ങനെ എനിക്ക് രണ്ടിനെയും ഒരിക്കലും വേർതിരിച്ച്, ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പലയിടങ്ങളിലും, എനിക്ക് രണ്ടിനെയും വേർതിരിച്ച് കാണാനേ കഴിയില്ല. കാരണം ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഇഷ്ടം. ചെറുപ്പത്തിൽ നൃത്തം ഉണ്ടായിരുന്നു, കവിതയും ഉണ്ടായിരുന്നു. അത് പക്ഷേ യുവജനോത്സവ വേദികളിലെ മത്സരങ്ങളായിട്ടാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു, ആ മത്സര സമയം കഴിയുമ്പോൾ അത് നിർത്തിവെക്കുന്നു. പിന്നീട് അതിൻ്റെ ഇടവേളകളിലൊക്കെയുള്ള സമയങ്ങളിൽ എനിക്ക് എന്നെ ആവിഷ്കരിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്ന കവിതയായിരുന്നു. അപ്പോൾ രണ്ടും ഒരുപോലെ കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും അതൊരു വ്യത്യാസമുള്ളൊരു സംഗതിയാണെന്നോ രണ്ടും തമ്മിൽ ബന്ധമില്ലെന്നോ തോന്നിയിട്ടേ ഇല്ല. ഏതാണ് ആദ്യം തുടങ്ങി വെച്ചത്? കവിതയായിരുന്നു അതോ നൃത്തമായിരുന്നു? നൃത്തമാണ് ആദ്യം തുടങ്ങിയത്. കാരണം വളരെ ചെറുപ്പം മുതൽ നൃത്തം പഠിക്കുന്നുണ്ട്. 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴാണ് നമ്മളൊരു എന്താണ് സാഹിത്യം എന്നുള്ള ഒരു ബോധത്തിലേക്ക് പോലും വരുന്നത്. അല്ലെങ്കിൽ മലയാള പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ഒരു കവിതകളുടെ ഒരു ഇഷ്ടമോ അങ്ങനെയൊക്കെയുള്ള തുടക്കങ്ങൾ വന്നതിന് ശേഷമാണ് ഒരു എന്താണ് എഴുത്ത്, എന്താണ് കവിത എന്നൊക്കെയുള്ള ഒരു ഇഷ്ടത്തിലേക്ക് വരുന്നത് പോലും. ആദ്യം കവിതകൾ ധാരാളം എഴുതുന്നു, പല ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വരുന്നു, 2 കവിതാ സമാഹാരങ്ങൾ ഇറങ്ങി, അതോടൊപ്പം തന്നെ അതിന് സമാന്തരമായിട്ട് നൃത്തം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സംപ്രീതയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംപ്രീത നൃത്തത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ്. അതിനുള്ള ഒരു ആത്മാർത്ഥത കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ പലരും സംപ്രീതയെ വിശേഷിപ്പിക്കുന്നത് കാവ്യനർത്തകി എന്നാണ്. കാവ്യനർത്തകി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെന്തോ ഒരു സവിശേഷമായ ഒരു സംഗതിയാണെന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആദ്യകാലം മുതൽ, വളരെ പഴയ കാലം മുതൽ തന്നെ നൃത്തവും സാഹിത്യവും പരസ്പരം ഇഴചേർന്നുകൊണ്ട് തന്നെ കിടക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ നിന്നുള്ള ബന്ധം ഏത് കാലത്താണ് മുറിഞ്ഞു തുടങ്ങിയത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് സാഹിത്യരൂപം എന്ന് പറയുന്ന നർത്തകരുടെയൊക്കെ മനസ്സിൽ വേറൊരു കാറ്റഗറി ആയിട്ട് മാറ്റി നിർത്തപ്പെടുന്നത്? ആ ഒരു വേൾഡിലേക്ക് എങ്ങനെയാണ് ഇവർ തിരിച്ചു വരേണ്ടത്? എങ്ങനെയാണ് മലയാള ഭാഷയെങ്കിലും അറിയുന്ന ഒരു നർത്തകരെ ഒരു പൊതുസമൂഹത്തിലേക്ക് കേരളം നൽകേണ്ടത് എന്ന് പറയുന്ന കാര്യം വളരെയധികം ചിന്തിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വളരെയധികം ചിന്തിക്കാം. നമുക്ക് സമയം വളരെ കുറവേ ഉള്ളൂ എന്നതുകൊണ്ട് അധികം സംഭാഷണത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഇന്ന് ഈ അവിട്ടപ്പുലരിയിൽ ഏത് നൃത്തരം രൂപമാണ് ആവിഷ്കരിക്കാൻ പോകുന്നത്?
ഞാൻ മലയാള കവിതയാണ് നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുന്നത്. പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ പൂജ എന്ന കവിത. അതിൽ ഓണം കഴിഞ്ഞു പോയതിന് ശേഷമുള്ള ഒരു ഓർമ്മയാണ് അത്. എങ്ങനെയൊക്കെയാണ് പൂവിളിയുമായിട്ട് ഓണത്തെ കാലം വരവേറ്റത്, അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിച്ചേർന്നത്, ആ ഓർമ്മകളിലൂടെയുള്ള ഒരു സഞ്ചാരം തന്നെയാണ് കവിതയിലുള്ളത്. അതിൻ്റെ ഏതാനും വരികൾ മാത്രം. പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ പൂജ. നമുക്ക് സൗന്ദര്യ പൂജ അല്പസമയത്തിനകം കാണാം. ഈ വാർത്താ സ്റ്റുഡിയോയുടെ ഒരു ഭാഗത്ത് അല്പസമയത്തിനകം സംപ്രീത ആ നൃത്തം ഈ അവിട്ടപ്പുലരിയിൽ അവതരിപ്പിക്കും. ഇടവേളയ്ക്ക് ശേഷം മോർണിംഗ് റിപ്പോർട്ടിൽ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ പൂജ നൃത്തരൂപത്തിൽ ആവിഷ്കരിക്കുന്നു നർത്തകി സംപ്രീത. ൊലിപ്പാട്ടിൽ വിളിച്ചു മലനാടിനെ ഒഴിച്ചു പുകളം തീർത്തു കളിച്ച പുലർവേളകൾ ഒളിച്ചു പുലിപ്പാട്ടിൽ വിളിച്ചു മലനാടിനെ ഒളിച്ചു പുകളം തീർത്തു കളിച്ച പുലർവേളകൾ പറന്നു പോയി പഞ്ചവർണ്ണ കിളിക്കൂട്ടങ്ങൾ പോലവേ കുന്നിൻ തെരുവിലോണപ്പൂന്തിയ സന്ധ്യകൾ പറന്നു പോയി പഞ്ചവർണ്ണ കിളിക്കൂട്ടങ്ങൾ പോലവേ കുന്നിൻ തെരുവിലോണപ്പൂന്തിയ സന്ധ്യകൾ മണ്ണിഴുതും കൊമ്പു കുലുക്കി താടയാട്ടിടും കുതിച്ചു പാനൂരിനപ്പൂതേരിൽ കൂട്ടിയ കാലകൾ മണ്ണിഴുതും കൊമ്പു കുലുക്കി താടയാട്ടിയും കുതിച്ചു പാനൂരിനപ്പൂതേരിൽ കൂട്ടിയ കാലകൾ കണ്ണീരഞ്ഞു കുഗ്രാമ ലക്ഷ്മി നോക്കിയിരിക്കവേ കേവന്തി കേറിപ്പോയോണ വെണ്ണീരാവുകൾ കണ്ണീരഞ്ഞു കുഗ്രാമ ലക്ഷ്മി നോക്കിയിരിക്കവേ കേവന്തി കേറിപ്പോയോണ വെണ്ണീരാവുകൾ യാത്ര ചോദിച്ചു പോകാനായി മണിമുറ്റത്തു നിൽക്കയാം പെരുമാളുടെ പൊന്നോണ കൂടിയ തുമ്പകൾ യാത്ര ചോദിച്ചു പോകാനായി മണിമുറ്റത്തു നിൽക്കയാം പെരുമാളുടെ പൊന്നോണം കൂടിയ തുമ്പകൾ താരുണ്യം കൂമ്പിടും മാറും തുളുമ്പി കറ്റവാ കുഴലഴിഞ്ഞു പൂങ്കവിൽ തട്ടിൽ അഴകിനിതൾ ചിന്നിയോ അഞ്ജനക്കൺ കോണിൽ നിന്നും നീല രത്നാഭൂയും നിശ്വാസ വായുവിൽ ശുദ്ധി സൗരഭങ്ങൾ പരത്തിയും പൂനിലാവിൻ മുന്നിലും ആമ്പൽ പോലെ മലഞ്ചെരുവിൽ പുള്ളിമാൻ കിടാവെന്ന പോലെ പൂനിലാവിൻ
പൂസുന്ന വരമ്പിൻ വക്കീലൊക്കെയും കാലത്തിനായി പൂനിരത്തി രമ്യശാരദ കന്യക കസ്തൂരി പൂസുന്ന വരമ്പിൻ വക്കീലൊക്കെയും കാലത്തിനാൽ പൂനിരത്തി രമ്യശാരദ കന്യക സൗന്ദര്യപൂജയെ അങ്ങേയറ്റം സൗന്ദര്യാത്മകമായി അവതരിപ്പിച്ച സംപ്രീതയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ അവസാനിപ്പിക്കാം. നമസ്കാരം.